കണക്ക് കൊടുക്കാതെ കാശ് വൈകും. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട്. കണക്ക് കൊടുക്കാതെ കാശ് വൈകും. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട്. അവരാ സമരം ചെയ്യുന്നത് മഹിളകളെ, സ്ത്രീകളെ ആക്ഷേപിക്കുക, പാവപ്പെട്ടവരെ ആക്ഷേപിക്കുക, മാത്രമല്ല സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. പ്രിയപ്പെട്ട ആശാ വർക്കർമാരെ, അവരുടെ കുടുംബാംഗങ്ങളെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ സമരം ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാവർക്കർമാരുടെ ന്യായമായിട്ടുള്ള പ്രതിഷേധം പലതരത്തിലും അതിനെ അടിച്ചമർത്താനുള്ള ഭരണകൂട ശക്തികളുടെയും സംഘടിത തൊഴിലാളി വർഗ സംഘടനകളുടെയും എല്ലാം നീക്കം കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പിന്തുണയോടുകൂടി, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള പിന്തുണയോടുകൂടി ആശാവർക്കർമാർ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സമരം കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഒരുപാട് രാഷ്ട്രീയം കാണേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ആശാവർക്കർമാർക്ക് കുട മാത്രമാണോ, ഒരു മുത്തം കൂടി കൊടുത്തോ എന്ന് ഇന്നലെ ഒരു തൊഴിലാളി വർഗ നേതാവിന് ഞാൻ പറയുന്നില്ല, അത്രയും സംസ്കാരമില്ലാത്ത ഒരുത്തൻ ഇന്നലെ പ്രസംഗിക്കുകയുണ്ടായി. അവനോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ആർക്കെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായ ഒരു മുത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആശാവർക്കർമാർക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരു അശ്ലീലം കാണേണ്ട ആവശ്യമില്ല, ഒരു തെറ്റായ കാര്യം കാണേണ്ട ആവശ്യമില്ല. കേരളം ആശുപത്രിയിൽ കിടന്നപ്പോൾ, വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ, ക്വാറന്റൈനിൽ കിടന്നപ്പോൾ, കേരളം ഒന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ മുന്നിൽ നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിച്ചവരിൽ ആദ്യം എടുത്തു പറയേണ്ട പേര് ആശാവർക്കർമാരുടേതാണ്. അതുകൊണ്ട് അവർക്ക് മുത്തം കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. കേരളം ഒറ്റക്കെട്ടായി അവരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ആശാവർക്കർമാർ മാത്രമല്ല, അസംഘടിതരായിട്ടുള്ള പാവപ്പെട്ട തൊഴിൽ ചെയ്യുന്ന എല്ലാ മേഖലയിലും ഇത് തന്നെയാണ് സ്ഥിതി. അത് തൊഴിലുറപ്പ് തൊഴിലാളികളാവട്ടെ, അംഗൻവാടി ടീച്ചർമാരാകട്ടെ, ED പോസ്റ്റ്മാൻമാരാകട്ടെ, ആശാ വർക്കർമാരാകട്ടെ, കഴിഞ്ഞ 10 വർഷം മുമ്പ് അവർക്കുണ്ടായിരുന്ന ഓണറേറിയം എന്തായിരുന്നു, ഇപ്പോഴെന്താണ്? എല്ലാവരും പറയുന്നു കേന്ദ്രം കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇവർ വലിയ വിമർശനം ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. കേന്ദ്രം കൊടുക്കുന്നത് അല്ലാതെ വേറെ എന്ത് കാശാണ് കേരളത്തിൽ ആരോഗ്യരംഗത്ത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്ന തുക എത്രയാ? ഈ പ്രാവശ്യം ബജറ്റിൽ നിങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാശ് എത്രയാ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ സർക്കാർ നടത്തിപ്പിൽ നടക്കുന്ന കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ്? പല മെഡിക്കൽ കോളേജുകളിലും മരുന്നില്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൊണ്ട്. ഈ വർഷം കേന്ദ്രം ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന തുക 16% അധികമാണ്. കേരളത്തിന് കിട്ടിയത് 16% അധികമാണ്. ഈ NHMന്റെ കാശ് അല്ലാതെ നിങ്ങൾ ഏത് കാശ് എടുത്തിട്ടാണ് ഇവർക്ക് ആ ഓണറേറിയം കൊടുക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര കാശ് ചെലവഴിക്കുന്നുണ്ട്? ആശാവർക്കർമാർക്ക് 14 മുമ്പ് 1000 രൂപയായിരുന്നു, അത് 2000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇനിയും വർദ്ധിപ്പിക്കണം. ഞാൻ അതൊരു അവരുടെ ആവശ്യത്തോട് പൂർണ്ണമായിട്ടും അടിവരയിടുന്നു. ആശാവർക്കർമാരുടെ ഓണറേറിയം ഇനിയും വർദ്ധിപ്പിക്കണം. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി കളയുന്നതാണ് 2014 മുതൽ ഉണ്ടായിരുന്ന പ്രചരണം. ഒരു തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലാതാക്കിയിട്ടില്ല.
ഞാൻ ആശാ വർക്കർമാരുടെ സംഘടനയിൽപ്പെട്ടവരോട് വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, 5 കൊല്ലം 10 കൊല്ലം ലേഡി പോസ്റ്റ്മാൻമാരുടെ ശമ്പളം എത്രയായിരുന്നു? അംഗൻവാടി ടീച്ചർമാരുടെ ഓണറേറിയം എത്രയായിരുന്നു? തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി എത്രയായിരുന്നു? അതുകൊണ്ട് എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിട്ട് രക്ഷപ്പെടാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കേണ്ട. ഇന്ത്യയിൽ വേറെയും സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വേതന സേവന വ്യവസ്ഥിതികൾ അനുഭവിക്കുന്ന ആശാ വർക്കർമാർ ഇന്ത്യയിലുണ്ട്. നിങ്ങളത് മറന്നു പോകരുത്. കേരളം വളരെ അധികം ആരോഗ്യ മേഖലയിൽ മുമ്പോട്ട് പോയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. പല പാരാമീറ്ററിലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുമ്പിലാണ്. പക്ഷേ പുറകിൽ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ആശാ വർക്കർമാരെ, ഹെൽത്ത് വർക്കേഴ്സിനെയൊക്കെ കൂടുതൽ പരിഗണിച്ച് മുന്നോട്ട് വരുമ്പോൾ മുന്നിൽ നിന്നിരുന്ന കേരളം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. അതിനാണ് സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയേണ്ടത്. പിന്നെ കണക്ക് കൊടുക്കാതെ കാശ് ഒഴുകും. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട്. ഇവിടെ മന്ത്രിമാരായിരുന്നവർ, MLA-മാർ, MP-മാരൊക്കെ ഇരിക്കുന്നവരുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള കണക്കുകൾ കൊടുക്കണം. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അടുത്ത് അത് കൊടുക്കണം, ചെലവഴിച്ച തുകയ്ക്ക് വൗച്ചർ കൊടുക്കണം. പല കാര്യങ്ങളിലും അടിസ്ഥാനപരമായി കേരളത്തോട് വിയോജിപ്പുണ്ട്. 1 മാസം തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം വൈകിയ പറയും മോദി കാശ് വരുന്നില്ല, കൃത്യമായി കൊടുത്ത പറയും ശമ്പളം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. അതെന്ത് ന്യായമാണ്? വൈകിയാൽ കാരണം മോദി, ശരിയായി കിട്ടിയാൽ അതിന് നേരായി കിട്ടിയാൽ പിണറായി വിജയൻ. ആ കള്ളക്കച്ചവടം ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. ആശാ വർക്കർമാരും ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, അവർക്കറിയാം എന്താണ് സത്യം. കേരളം ഒരു നയാ പൈസ കേരളത്തിന് കേന്ദ്രം അണബായി തീർത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഒരു ദുരഭിമാനവും ഞങ്ങൾക്കില്ല. 1 രൂപ കേരളത്തിന് കിട്ടേണ്ട കാശ് കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. പക്ഷെ കള്ളം പറഞ്ഞു വീണാതോർദിനും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അവരെ ആക്ഷേപിച്ച് അവര് കൊള്ളരുതാത്തവരാണ്, അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഒരു MP പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് നിങ്ങൾക്ക് ഈ സമരത്തെ പരാജയപ്പെടുത്താനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇത്രയും ദിവസം കണ്ട സമരമായിരിക്കില്ല എന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യവും സമാധാനവും മര്യാദയും സഹിഷ്ണുതയോടുകൂടി ആ പാവപ്പെട്ടവർ സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇളക്കമെങ്കിൽ അതല്ലാത്ത സമരവും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെയും സമരങ്ങൾ വിജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. മഹിളാ മോർച്ചക്കാർ ഇന്ന് വന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിലൊരു രാഷ്ട്രീയ ദുരുദ്ദേശവും ഞങ്ങൾക്കില്ല. ഈ സമരം ന്യായമാണ്. ഇതുപോലെ അസംഘടിതരായിട്ടുള്ള, ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ പല മേഖലകളിലുമുണ്ട്. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഐക്യദാർഢ്യം ഉണ്ടാവും. അതിനകത്ത് ഒരു രാഷ്ട്രീയമില്ല. ഇവിടെ UDF-ന്റെ MLA-മാരും മുൻ മന്ത്രിമാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇനി ഇത് വേറെ വ്യാഖ്യാനമൊന്നും കൊണ്ടുവരണ്ട. ഞങ്ങൾ വേറെ വന്നതാണ്, അവർ വേറെ വന്നതാണ്. പക്ഷെ ഐക്യദാർഢ്യത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യം പിണറായി വിജയൻ ഓർമ്മിക്കുന്നത് നല്ലതാണ്. നിങ്ങളെ കൊണ്ട് മുട്ടുമടക്കിക്കാൻ തന്നെ സാധിക്കുന്ന രീതിയിലേക്ക് ഈ സമരത്തിന് എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങളെ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് മഹിളാ പ്രവർത്തകന്മാർ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മഹിളാ മോർച്ച സംഘടിപ്പിച്ച ഈ ഐക്യദാർഢ്യ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത BJP-യുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി Dr. സുരേഷ്, അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യയായ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, BJP-യുടെ ജില്ലാ പ്രസിഡന്റുമാരായ ശ്രീ കരുണജയൻ, ശ്രീ മുക്കണ്ടാലമ്പൂർ ബിജു, അതേപോലെ തന്നെ മുൻ അധ്യക്ഷൻ ശ്രീ VD രാജേഷ്, മറ്റ് ഇവരെ സന്നിഹിതരായിട്ടുള്ള മറ്റ് BJP മഹിളാ മോർച്ച നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. കഴിഞ്ഞ 22 ദിവസമായി ആശാ വർക്കർമാര് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. 21,000 രൂപ ഓണറേറിയം നൽകും എന്ന LDF-ന്റെയും മുഖ്യമന്ത്രിയുടെയും വാഗ്ദാനം നടപ്പാക്കണം എന്നുള്ളതാണ് ആശാ വർക്കർമാരുടെ സമരത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. മാത്രമല്ല, അവർ വിരമിക്കുന്ന സമയത്ത്
5 ലക്ഷം രൂപയുടെ ആനുകൂല്യം നൽകണം എന്നും അവർ ഈ സമരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഒരു സമരത്തിന് അംഗീകരിച്ചുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട് പരിഹാരം കണ്ടെത്തുന്നതിനപ്പുറത്ത് ആ സമരത്തെ അനുഭാവപൂർവ്വം കാണുക എന്നുള്ള സാമാന്യമായ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടുണ്ടല്ലോ, അത് ഈ ഗവൺമെന്റ് ഇല്ലാതായിപ്പോയി. എന്താ സംഭവിച്ചത്? അവരാ സമരം ചെയ്യുന്നത് മകളെ സ്ത്രീകളെ ആക്ഷേപിക്കുക, പാവപ്പെട്ടവരെ ആക്ഷേപിക്കുക, മാത്രമല്ല ആ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. ഈ ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യത്വപരമായ സമീപനം ഈ പാവപ്പെട്ടവരെ സ്ത്രീകളും നടത്തിയ സമരത്തോട് കാണിക്കേണ്ടതല്ലേ? മാത്രമല്ല എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും LDFന്റെയും സ്ത്രീകളോടുള്ള പാവപ്പെട്ടവരോടുള്ള നിലപാടാണ് ഈ ആശാ വർക്കർമാരുടെ ഈ സമരത്തോട് മാർക്സിസ്റ്റ് പാർട്ടിയും LDF സർക്കാരും കാണിച്ചത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ PSC അംഗങ്ങളാണ് സമരം ചെയ്തതെങ്കിൽ BJP വിധി പ്രഖ്യാപിക്കില്ല. അതേപോലെ തന്നെ ഡൽഹിയിൽ അവിടെ വലിയ മേഖലയിൽ ഇരുന്നിട്ട് കേരളത്തിന്റെ അവകാശങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പോരടിച്ചു വാങ്ങാനാണെന്ന് പറഞ്ഞൊരു മഹാനിരിക്കുന്നുണ്ട്. അയാൾക്ക് 6 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൂട്ടിക്കൊടുത്തത്. അത്തരം ആളുകളുടെ അവകാശം, അത്തരം ആളുകൾ സമരം നടത്തിയത് ഞങ്ങൾ പിന്നിലെത്താൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ സമരം നടത്തിയ പാവപ്പെട്ടവര്, സാധാരണക്കാര്, സ്ത്രീകള് മിതവും ന്യായവുമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത്. ഈ സമരത്തെ ആക്ഷേപിക്കാൻ തയ്യാറായി. നോക്കൂ, എന്താ കേന്ദ്രമന്ത്രി ചെയ്ത തെറ്റ്? ഇവിടെ മഴ പെയ്ത സമയത്ത് ടാർപോളിന്റെ അടിച്ചു മാറ്റിയിട്ട് ഇവരെ മഴയത്ത്, ഈ പാവപ്പെട്ടവരെ സ്ത്രീകളെ മഴയത്ത് നിർത്താനാണ് ഈ ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി പോലീസിന് നിർദ്ദേശം കൊടുത്തത്. അവർ മഴയത്ത് നിർത്താൻ ശ്രമിച്ചപ്പോ കേന്ദ്രമന്ത്രി ഒരു കുട കൊടുത്തിട്ട് മഴയത്ത് അവരെ സംരക്ഷിച്ചു. ഇതാണോ തെറ്റ്? ഞങ്ങൾ കുട മാത്രം കൊടുത്തല്ല ഈ ആശാ വർക്കർമാരെ സംരക്ഷിക്കാൻ പോകുന്നത്. എല്ലാ തരത്തിലും ആശാ വർക്കർമാരെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് എന്നുള്ളതാണ് മഹിളാ മോർച്ച നടത്തിയിട്ടുള്ള ഈ ഐക്യദാർഢ്യ മാർച്ചിൽ ഞങ്ങൾ പറയുന്നത്. ഒരു കാര്യം മാത്രമേ പിണറായി വിജയനോടും ഈ സംസ്ഥാന സർക്കാരിനോടും പറയുന്നുള്ളൂ. സ്ത്രീകൾ ഇറങ്ങിയിട്ടുള്ള ഒരു സമരവും ഇതുവരെ ചരിത്രത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സ്ത്രീകളോട് ഏറ്റുമുട്ടിയ ആരും ഇതുവരെ ചരിത്രത്തിൽ വിജയിച്ചിട്ടുമില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യം ഇനി നീട്ടിക്കൊണ്ടുപോകണ്ട, ദുരഭിമാനം കാണിക്കണ്ട. ഇനി അപശ്വതി നീട്ടുന്ന ആരോഗ്യമന്ത്രി മീന ജോർജിന്റെ ചർച്ചയല്ല വേണ്ടത്. മുഖ്യമന്ത്രിയാണ് ആശാ വർക്കർമാരുടെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്, നേതൃത്വം കൊടുക്കേണ്ടത്, പരിഹരിക്കേണ്ടത് എന്നാ പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, കള്ളക്കണക്കൊന്നും പറഞ്ഞിട്ട് നിയമസഭയിലും ഈ കേരളത്തിൽ ജനങ്ങൾ തെരുവിളിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 7,000 10,000 വലുത് സിക്കിം സർക്കാർ, BJP ഭരിക്കുന്ന സർക്കാർ, ഇതിനേക്കാൾ കൂടുതൽ അവിടെ കൊടുക്കുന്നുണ്ട്. NDA സർക്കാരാണ് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത്. അവിടെ 10,000 ഓണറേറിയം ഉണ്ട്. അതുപോലെ തന്നെ വിരമിച്ചു കഴിഞ്ഞാൽ, അല്ലേ, വിരമിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് 5 ലക്ഷം. ഇത് NDA സർക്കാരാണ്. ഈ മാതൃക സ്വീകരിക്കാൻ LDF ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അവിടെ കള്ളക്കണക്ക് കാണിച്ചിട്ടൊന്നും ഇവിടെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ, ഭാരതീയ മഹിളാ മോർച്ചയുടെ എല്ലാ പിന്തുണയും ഈ ആശാ വർക്കർമാർക്കുണ്ടാകും. ഇത് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ കൂടുതൽ വലിയ സമരത്തിന് ഈ ഗവൺമെന്റിനോട് ഇത് പറയുന്നു, വലിയ സമരം നിങ്ങൾ കാണേണ്ടതായിട്ട് വരും. ഇവരെ ആക്ഷേപിച്ചും അട്ടിമറിച്ചും ഈ സമരം അടിച്ചമർത്തുന്നതിന് പകരം ചർച്ചയ്ക്ക് തയ്യാറാകണം. മുഖ്യമന്ത്രി ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കഴിഞ്ഞ 22 ദിവസമായി സമരം ചെയ്യുന്ന ഈ ആശാ വർക്കർമാർ സഹോദരന്മാരെ നിങ്ങളോടൊപ്പം, നിങ്ങളോട് തോൽച്ചോർന്നുകൊണ്ട് ഈ മനുഷ്യത്വപരമായിട്ടുള്ള ഈ സമരത്തില്, ധാർമ്മിക സമരത്തില് നിങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമസ്കാരം.